നീ ഒരു കോടപ്പൂപ്പിനെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടത്. എന്നെ ചതിക്കാതെ എനിക്ക് എങ്ങനെയാ തോന്നിയത്? ദേവിക് ഒന്നും ചെയ്യില്ല, പറയുന്നേക്ക്. എടാ അവന് പറയാനുള്ള അവസരം കൊടുക്ക. എന്ത് അവസരം കൊടുക്കാനാ? എല്ലാം ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടതല്ലേ. ഇവനെ ഞാൻ എത്ര വിശ്വസിച്ചതാ. ഇവൻ തന്നെ എന്നെ ചതിച്ചു. എനിക്കിനി ഇവനെ കാണാൻ വേണ്ട, ഇവനായിട്ടൊരു ബന്ധം വേണ്ട. ഇവൻ അവസാനിച്ചു നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും. ദേവിക് എടാ നിക്കാൻ. ദേവിക് വില്ലി, എന്താടാ ഇതൊക്കെ? എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവനെന്നെ വിശ്വസിക്കുന്നില്ലല്ലോടാ. എടാ അവനെ തെറ്റു പറയാൻ പറ്റില്ല. അവന്റെ കൺമുന്നിൽ കണ്ട കാര്യല്ലേ, പിന്നെ എങ്ങനെയാടാ? വിശ്വാസമില്ലാത്ത സൗഹൃദങ്ങൾ ഇല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. ഞാൻ പോവാടാ. വില്ലി, എന്തായിരുന്നു അവന്റെ അടുത്ത് തുറന്നു പറഞ്ഞോക്ക്. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. രണ്ട് പെണ്ണുങ്ങളുണ്ട് ഈ വീട്ടില്. നേരത്തെ കാലത്ത് എഴുന്നേറ്റ് വല്ല പണിയെടുക്കോ? രണ്ടാളെ എഴുന്നേക്കുന്നുണ്ടോ ഞാൻ വരണോ? ഞാൻ നേരത്തെ എഴുന്നേറ്റല്ലോ. ഓ, ഒന്ന് വീട്ടു പെണ്ണേ. എന്തു പറ്റി? മുഖത്ത് വല്ല കാടുന്നല്ലേ കൊടുത്തു കൊച്ചിന്റെ? എന്നോട് സംസാരിക്കാൻ വരണ്ട. നൈറ്റ് എന്നോട് എന്തൊക്കെ ചെയ്യുന്നു. മോർണിംഗ് ഞാനൊന്ന് ആക്കിയതപ്പോ എന്നോട് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വരുന്നു. പിണങ്ങാതെ എന്റെ വൈഫി തന്നെ ദേഷ്യം പിടിപ്പിച്ച ഈ രാവിലെ തന്നെ തന്റെ മുഖം തുടുത്തിരിക്കുന്നതാണ് എന്ത് ഭംഗിയാന്നറിയോ? ദേവിക് വെറുതെ എന്നെ കളിയാക്കാതെ. രാവിലെ തന്നെ എന്നിട്ട് വാരിക്കോളൂട്ടോ. ഈ പെണ്ണിനെ വിശ്വസിക്കത്തില്ല. കാണാൻ നല്ല ചെയ്യുന്നുണ്ടടി പെണ്ണെ. നീ രാവിലെ തന്നെ എന്നെ വന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാലേ രാത്രി ഞാൻ കംപ്ലീറ്റ് ആക്കിയത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തെന്ന് വരും. അതുകൊണ്ടല്ലേടി നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുത്തേ. നിനക്ക് വേദനിക്കുന്ന കരുതിയിട്ട പെണ്ണെ. ശരിക്കും അതേടിന്റെ കാന്താരി. കാന്താരി പെണ്ണെ, എവിടെയോ കുഞ്ഞാര അനിയത്തി? അവളെ ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ. ഞാൻ എണീറ്റ് വരുമ്പോ റൂമിൽ നോക്കിയപ്പോ കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടാവുന്ന കരുതി. പിന്നെ ഇപ്പൊ എവിടെ പോവാനാ? കണ്ടില്ലെന്നോ? അവള് രാവിലെ തന്നെ എവിടെ പോവാനാ? ദേവുട്ടി, ദേവുട്ടി. ചേട്ടായി എന്താ ഇവിടെ? എന്ത് പറ്റി? ഞാൻ എവിടെയല്ല അന്വേഷിച്ചെന്റെ ദേവട്ടീനെന്നറിയോ? ഞാൻ പേടിച്ചു പോയി. ചേട്ടായിനെ വിട്ടിട്ട് ദേവട്ടി എവിടെ പോവാനാ ചേട്ടായി? ചേട്ടായി ദേവട്ടിയോട് പിണക്കോ? ചേട്ടായി പിണങ്ങല്ലേ? ഈ ചേട്ടായി ദേവട്ടിക്ക് അറിയാം. വാ വന്നേ. ഓ, രണ്ടുപേരുടെ ഒരു ഡ്രാമ കണ്ട് കണ്ട് എനിക്ക് മടുത്തു തുടങ്ങി. നിനക്ക് അസൂയാണടി. എന്നെ പോലെ രേട്ടനെ നിനക്ക് കിട്ടാത്തതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ദേവട്ടിയുടെ മാത്രം. നിങ്ങളെ ദേവട്ടിയുടെ ചേട്ടായി ഇരിക്കാനേ കൊള്ളൂ. എന്റെ കെട്ടിയോനാവാൻ കൊള്ളത്തില്ല. എടി ഞാൻ എന്ത് പറഞ്ഞു? നീ എന്താ പറയുന്നേ? ഞാൻ എന്ത് പറഞ്ഞു നോക്കാതെ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? അനിയുടെ വീട്ടിൽ പോകണ്ടേ? ഒരാഴ്ച മുന്നേ കല്യാണത്തിന് എത്താൻ പറഞ്ഞത് അവൻ. ഒരാഴ്ച മുന്നേ അല്ലെങ്കിലും തലേ ദിവസം എത്തിച്ചേർന്നില്ലെങ്കിൽ മോശമാണ് കേട്ടോ. അയ്യോ, ആ കാര്യം ഞാൻ മറന്നുപോയി. ദേവട്ടിയുടെ പാക്കിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു ചേട്ടായി. എന്നാ എല്ലാരും നടക്ക്. വേഗം റെഡിയായിട്ട് നമുക്ക് എല്ലാം കെട്ടിപ്പറക്കി പോവാം. വീടിന് പുറത്ത് കല്യാണ ചെറുക്കനെ ആരും കാണുന്നില്ലല്ലോ. എല്ലാരും ഇത് എവിടെ പോയി? എപ്പോഴാണോ ചെറുക്ക കയറി വരുന്നത്? അയ്യോ അങ്ങ് തിരക്കായി പോയി. സോറിനെ, കുറച്ച് നേരത്തെ പോയില്ലടാ വന്നത്. കല്യാണം കഴിഞ്ഞ് സദ്യക്ക് വന്നാ മതിയായിരുന്നു. എല്ലാരും വന്നു, നീ മാത്രം വൈകിയത് എന്തോന്നടാ? എടാ ഞാനേ ആക്കാതെ. എടാ ഇന്നലെ വരെ ദേവുട്ടിക്ക് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബിസിനസിന്റെ കുറച്ച് തിരക്കും, അതുകൊണ്ടാടാ. ഞങ്ങൾക്കൊന്നും ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നീ പിന്നെ വലിയ ആളല്ലേ. തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണത്തിന്റെ തലേ ദിവസം വന്നിരിക്കുന്നു. ക്ഷമിയടി, വന്നില്ലേ ഞാൻ. ചാർവി, ദേവട്ടി ഇവിടെ തന്നെ എന്താ നിൽക്കുന്നേ? അകത്തേക്ക് വാ, അവിടെ എല്ലാരും ഉണ്ട്. വാ. എന്താണ് നോക്കി നിൽക്കുന്നത്? അകത്തേക്ക് പോവാം. ചേട്ടായി, ദേ വില്ലി. വില്ലി
വിളിക്ക് സുഖല്ലേ? മോളെ തോട്ടി ഇവിടെ വരൂ. ചേട്ടായി വില്ലിയോട് സംസാരിച്ചില്ല. എല്ലാ പർച്ചേസൊന്നും വീട്ടിൽ തന്നെയാണോട്ടോ ചെയ്യുന്നത്? എടാ നിനക്ക് അറിഞ്ഞൂടെ, സാധാരണ പെമ്പിളൊരു ഷോപ്പിങ്ങിന് പോയാൽ തന്നെ 5-6 മണിക്കൂർ എടുക്കും. ഒരു മാരേജിന്റെ ആകുമ്പോ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോ കടയിൽ നിന്ന് അവർ ഇറക്കത്തുള്ളൂ. ഇതാകുമ്പോ വീട്ടിൽ തന്നെ ആകുമ്പോ നമുക്ക് നമ്മുടെ പണിയും നടക്കും, അവർക്ക് അവരെ കാര്യം നടക്കും. സമാധാനത്ത് നോക്കിയെടുത്തോട്ടെ, ഒരു വിരോധവും ഇല്ലാന്ന് വിചാരിച്ചു. ചാർവി, നീ എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത്? നിനക്ക് വേണ്ടതെല്ലാം പോയി എടുത്തോ. ദേവിക്കുട്ടിയോട് വരാൻ പറയാറില്ലേ? അവൾക്ക് വേണ്ടതൊക്കെ എടുത്തോട്ടെ. അവളെ എവിടെ കാണുന്നില്ലല്ലോ. ദേവുട്ടി റെസ്റ്റ് എടുക്കാടാ. യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണം ഉണ്ട് അവൾക്ക്. യാരയുണ്ട് അവളുടെ കൂടെ. യാരയ്ക്ക് എന്തോ അക്കൗണ്ടിന്റെ എന്തോ എഴുതാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ റൂമിലുണ്ട്. യാരാ, എനിക്ക് ബോറടിക്കുന്നു. ഏട്ടനേട്ടത്തി എവിടെയാ? അവര് പുറത്ത് എല്ലാവരുടെ അടുത്തും സംസാരിക്കാം. നിനക്ക് അവരൊപ്പം പോവാറുന്നില്ലേ? എന്റെ ചെവി ഇങ്ങനെ ഇരുന്ന് തിന്നണോ? എന്നാ ഞാൻ പുറത്തേക്ക് പോക്കട്ടെ. യാരാ, വില്ലിയുടെ റൂം എവിടെയാ? അയ്യോ, നീ എന്തിനാ അവന്റെ റൂമൊക്കെ അന്വേഷിക്കുന്നേ? നീ അവനെ കാണേ വേണ്ട. നിന്റെ ചേട്ടായി അറിഞ്ഞ ഈ കല്യാണ വീട് ഒരു മരണ വീടാവോ? ചേട്ടായും വില്ലി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അവരിപ്പൊ കണ്ട എന്താ മിണ്ടാത്തെ? കോണ്ടാക്ട് പോലല്ലോ. ഈ കുഞ്ഞിത്തലയിൽ കണ്ടിട്ട് പോകാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കെ. ഞാൻ പുറത്തേക്ക് പോവാ. പിന്നെ വില്ലിയെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു തന്നെ നിന്റെ ചേട്ടായി അറിഞ്ഞത് പ്രശ്നമാവും. ഒറ്റയ്ക്ക് എവിടേക്കും പോകരുത് കേട്ടോ. ഈ ചേട്ടായിയുടെ കാര്യം, ഞാൻ നിന്റെ കൊച്ചു കുട്ടിയാണോ? ഇപ്പൊ നോക്കിയാലേ എന്റെ പുറകെ തന്നെയാ. ഞാൻ പോവും. എനിക്ക് വില്ലിയെ കാണണം. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഹായ് പപ്പി, ഇതായിരിക്കോ വില്ലിയുടെ റൂം? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഷവറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ബാത്റൂമിലാന്ന് തോന്നുന്നു. വില്ലി, വില്ലി പ്ലീസ് ഓപ്പൺ വില്ലി, ഐ എം റിയലി സോറി. ശരിക്കും സംസാരിക്കാൻ പോലും പറ്റില്ല. പക്ഷേ കാണേണ്ടത് കണ്ടു. ചേട്ടായി റൂമിൽ വന്നില്ലല്ലോ, ഭാഗ്യം. ദേവുട്ടി എവിടെ പോയിരുന്നു? അയ്യോ ചേട്ടായി, ഈശ്വരാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തനിച്ച് എവിടെ പോകരുതെന്ന്. പരിചയമില്ലാത്ത സ്ഥലമല്ലേ നിനക്കിത്? ഏട്ടാ, ഞാൻ കൊച്ചു കുട്ടിയല്ല. ഏട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? എല്ലാരും പറയുന്ന പോലെ ഞാൻ നോർമൽ അല്ലെന്ന് ഏട്ടായിക്കും തോന്നി തുടങ്ങിയോ? അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ? ആരാ പറഞ്ഞു നിന്നോട് ഇതൊക്കെ? നീ എന്റെ സ്പെഷ്യൽ ഗേൾ അല്ലേ, എന്റെ മൊത്ത്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി ഏട്ടായിക്ക്. ചേട്ടായി മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ എന്നെ കുറിച്ച് ഇങ്ങനെ പേടിക്കുന്നേ? അത് ഏട്ടായിക്ക് ആരെയും വിശ്വാസമില്ല മോളെ. ചേട്ടായിയോട് പറഞ്ഞിട്ട് ഞാനിങ്ങ് ഇങ്ങോട്ട് പോകും. ചേട്ടായി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടായും വില്ലിയും തമ്മിൽ എന്താ പ്രശ്നം? അതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കണ്ട. വില്യവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. മനസ്സിലായാലോ നിനക്ക്? വിളി, നിനക്ക് ഇപ്പൊ തിരക്കൊന്നുമില്ലല്ലോ. എടാ, നീ മണ്ഡപത്തിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വേണം, ഒന്ന് മേടിച്ചോണ്ട് വരുമോ? എനിക്ക് കുക്കിന്റെ കാര്യത്തേക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. നീ പോവോ? അതിനെന്താ, ഞാൻ പോയിട്ട് വരാം. നീ ലിസ്റ്റ് എന്തായാലും പറയും. ഞാൻ വാട്സപ്പിൽ അയക്കാം, നീ പോവാൻ നോക്ക്. വില്ലിന് ഇങ്ങോട്ടാ പോന്നെ? ചേട്ടായി അടുത്ത് ചോദിച്ചു നോക്കാം. പോവാറായോ ചേട്ടായി? അയ്യോ, അയ്യോ എന്റെ തല. വില്ലി, നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? നീ എന്താ ഇതില് കേറിയിരിക്കുന്നേ? നീ എങ്ങനെ കേറിയത്? ഇറങ്ങണേ. ഡേ, വണ്ടിന്ന് താഴെ ഇറങ്ങടി. ഇടി ഇറങ്ങ. നീ എങ്ങനെയാടി ഇതിന് വന്നത്? അറിയില്ല വില്ലി, മോളിന്ന് വന്ന് വീണതാ. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഞാൻ കണ്ണു തുറന്നപ്പോ നിന്റെ കൂടെ വണ്ടിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഇതിനിപ്പോ വീട്ടിൽ കൊണ്ടുവന്നൊക്കെ നേരം വേക്കുമല്ലോ. ഞാനുള്ളപ്പോ പെട്ടുപോയത്. വില്ലി നിക്ക്, ഞാനും വരുന്നു. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് പേടിക്കുന്നേ? ഞാനല്ലേ പേടിക്കണ്ടേ? ഇനി വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നാവോ? ദേ, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ വന്നത്. മിണ്ടാതെ എന്റെ പിന്നാലെ വന്നോ. നീ കത്തൊക്കെ മേടിച്ചിട്ട് നിന്റെ വീട്ടിൽ കൊടുത്താക്കിയാൽ എനിക്ക് സമാധാനമുള്ളൂ. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ എന്റെ വയറ് കേക്കില്ല. എനിക്ക് വിശക്കുന്നുണ്ട് വില്ലി. ഒരു കത്തി തലയുടെ തിരക്ക് എന്നെ ഒന്ന് കുത്തിക്കൊല്ല്. ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് കേട്ട ഭേദ. എന്നിട്ട് എന്റെ ശവം തന്നെ ഇരുന്ന് തീണ്ട്. നീ എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണോടി?
വേറൊരു പണിയില്ല, യചക്കുന്നു. വാ വല്ല മേടിച്ചു തരാം. വിന്നി, എനിക്ക് ഇനിയും വേണം. മിണ്ടാതിരുന്നോ, ഇവിടെ ഇട്ടിട്ട് പോകും ഞാൻ. വില്ലി എന്താ പഴയ പോലെ എന്റെ അടുത്ത് സംസാരിക്കാതെ? എന്നെ ഇഷ്ടല്ലേ? അല്ല, എനിക്കിഷ്ടല്ല. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ടെങ്കിലും ഒന്നും പറയാൻ താല്പര്യമില്ല. വില്ലി, ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടല്ലേ? നീ എന്താ ചെയ്യുന്നത്? എന്റെ കയ്യിൽ നിന്ന് വിട്ടെ. എന്തായി കാണിക്കുന്നേ? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. നീ മുതിർന്ന പെൺകുട്ടിയാ, ഇതുപോലെ കൊച്ചു കുട്ടികളെ നീ പെരുമാറാൻ നിൽക്കരുത്. വില്ലി, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എത്ര നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? ഓരോ ദിവസവും ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് നമ്മുടെ കുടുംബജീവിത, നമ്മുടെ കുട്ടിയോടും കുടുംബമായിട്ട് ജീവിക്കുന്നത്. എവിടെ ഇത് കുട്ടികളെയല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ വലിയ കുട്ടിയായി കാണും, പക്ഷെ മാനസികമായിട്ട് നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ. നീ ഈ കാര്യങ്ങളൊക്കെ എവിടുന്നാ പഠിക്കുന്നത് അഹമ്മദ്? എനിക്ക് നിന്നോട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. നീ വരുന്നെങ്കിൽ വാ. ഞാൻ വരുന്നില്ല. വരണ്ടെങ്കിൽ വരണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോണു, എനിക്കിപ്പോ എന്താ? സോറി ദേവട്ടി, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ദേവുട്ടി ഇത് എവിടെ പോവാനാ? ഇവിടെ ഒന്നും കാണുന്നില്ല. ദേവി, ഞാൻ എല്ലായിടത്തും നോക്കി, ഇവിടെയൊന്നും കാണുന്നില്ല. അവളുടെ ഫോണാണെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എവിടെ പോയി അന്വേഷിക്കും? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ദേവിക്, നീ സമാധാനപ്പെട്. അവളിത് എങ്ങോട്ട് പോവാനാ? നിന്നോട് പറയാതെ എവിടേക്കൊക്കെ പോക്കുണ്ടോ? പിന്നെ അവൾക്ക് ഇവിടെ പരിചയം പോലില്ല. പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഒരു മിനിറ്റ് ഇടാ ഫോൺ. ഹലോ, എങ്ങനെ? ഓക്കെ, ശരി ശരി. ദേവിക്, ദേവുട്ടി വെള്ളിയുടെ പോണ്ട്. ഓ, വില്ലിയുടെ പോ? അതെങ്ങനെ? അവൻ ഒറ്റയ്ക്കില്ല സാധനങ്ങൾ മേടിക്കാൻ പോയത്? എനിക്കും അറിയില്ല എങ്ങനെയാണെന്ന്. അവനടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അവൾ എന്റെ കൂടെ ഉണ്ട്, ഞങ്ങള് വരികയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവര് വന്നാലേ അറിയൂ. ഞാനിത് എങ്ങോട്ട് പോവും? എനിക്ക് വഴി അറിഞ്ഞൂടല്ലോ. ഇത് എവിടെയാ? എന്തൊക്കെ ഞാൻ അയ്യോ അയ്യോ അയ്യോ, എനിക്ക് വയ്യ. എന്തുകൊണ്ട് ശബ്ദം? ഓ, ഇതായിരുന്നോ? വീണ്ടും വീണോ? എനിക്ക് വീഴ്ചയില്ലാത്ത വേറെ പണിയൊന്നില്ലേ? നീ എഴുന്നേറ്റ് വന്നേ. എന്റെ ചേട്ടായി നിന്നെ കാത്തിരിക്കുക, കൊണ്ടെത്തിക്കണ്ടേ? വെള്ളി, എന്നെ എടുക്ക്, എഴുന്നേക്കാൻ വയ്യ. എന്നെ നാട് വേനിക്കുന്നു. വലിഞ്ഞു കയറി വന്നത് പോലെ ഇനി ഇതിന് ഞാൻ എടുക്കും വീണോ. ദാ പിടി, എഴുന്നേക്ക്. അയ്യോ അയ്യോ, മെല്ലെ പിടി. അയ്യോ അയ്യോ, എന്നെ കൂടി തട്ടി ഇടാളടി. ഓ, എന്റെ കഴുത്തുന്ന വിട പെണ്ണെ. എനിക്ക് നടക്കാൻ വയ്യ. പുറത്ത് കയറുന്നൊക്കെ കൊള്ളാം, ഉടങ്ങി ഒതുങ്ങി ഇരുന്നോളാം. ഞാൻ ഒന്നും ചെയ്യത്തില്ല, മുറുക്കെ പിടിച്ചിരുന്നോളാവേ. വീടെത്തി, ഇനിയെങ്കിലും എന്നെ ഒന്ന് വിടൂ. ഇല്ല, എന്നെ എടുക്ക്. താങ്ക് യു വില്ലി, ഐ ലവ് യു. ചേട്ടായി, സോറി. ചേട്ടായി, വേണ്ട. ഡേവിഡ്, നിക്ക്, നീ എന്തിനാ അടിച്ചെന്നെ? നിനക്കറിയില്ലേ, എന്റെ ദേവൂട്ടിയുടെ അടുത്ത് പോലും നീ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചേട്ടായി, വില്ലി ഒന്നും ചെയ്തിട്ടില്ല, എന്റെ തെറ്റാ. ഞാൻ അമ്മോളിന്ന് വീണത്. ദേവുട്ടി, നീ അകത്ത് പോ. ഇത് ഞാൻ സംസാരിച്ച് തീർത്തോളാം. പോ. ചേട്ടായി. ചാർവി, ഇവളെ വിളിച്ചോണ്ട് പോടി. ദേവടി, നീന്റെ കൂടെ വന്നേ. വരാൻ പറഞ്ഞു വാ. വെള്ളി, ദേവടി, കരച്ചു നിർത്തണ്ടോ? ഇനി വല്ല അസുഖം വരും കേട്ടോ. വില്ലി ഒരു തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് എന്റെ ഭാഗത്താ. വില്ലി ഇപ്പൊ തെറ്റ് ചെയ്തോ ഇല്ലെന്ന് ആർക്കും അറിയണ്ട. വില്ലി ചെയ്ത മുന്നത്തെ ഒരു തെറ്റ് നിന്റെ ചേട്ടായുടെ മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല. അതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്നത്. എന്താ പ്രശ്നം? 5 വർഷം മുന്നേ എന്റെ ബർത്ത്ഡേ തന്ന ലാസ്റ്റ് ഞാൻ വില്ലിയെ കാണുന്നത്. അന്ന് പിരിഞ്ഞു പോയതാ. എന്തുകൊണ്ടാണെന്ന് ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഏട്ടത്തി, ഇനിയെങ്കിലും പറ. നിനക്കറിയാൻ മാത്രം ഒന്നുമില്ല കുട്ടി, എനിക്കറിയണം. വില്ലി എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ദേവു, എന്തൊക്കെ നീ വിളിച്ച് പറയുന്നേ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈശ്വര, ഇതെങ്ങനും ദേവിക്ക് കേട്ടാ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയോ? ആര് കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. വില്ലി എന്നെ അവോയ്ഡ് ചെയ്യുന്നതിന് കാരണം ചേട്ടായും വില്ലിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഏട്ടത്തി പറഞ്ഞേ പറ്റൂ. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായത് വില്ലി. ഇത്ര കൊല്ലായിട്ട് ഞാൻ പ്രണയിക്കുന്നറിയോ? ഒരിക്കലും അത് മാറില്ല. ഞാൻ പറയാം മോളെ, ദേവിക്കും വില്ലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാ. അവരിപ്പോൾ പിരിഞ്ഞിരിക്കാൻ കാരണം അത് ഞാൻ പറയാം.
ഞങ്ങളുടെ കോളേജ് കാലഘട്ടം, പ്രണയവും സൗഹൃദവും, കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും തിരിച്ചു കിട്ടാത്ത ഞങ്ങളുടെ ആ കാലം. വന്നല്ലോ നമ്മുടെ നേതാക്കന്മാര്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ വിദ്യാഭ്യാസം ഒരു കച്ചവടമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ സീറ്റ് കിട്ടണമെങ്കിൽ എത്ര പൈസ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഞങ്ങൾ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്പോർട്സ് കോട്ടയിൽ ഇവിടെ സീറ്റ് കിട്ടുന്നില്ല. എടാ നീ പറയടാ. നിങ്ങൾക്ക് അറിയാവുന്നതിന് 100% മാർക്ക് ഉണ്ടെങ്കിലും പൈസ കൊടുത്താൽ മാത്രമേ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടും. സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞ ഒരു കോട്ട ഇവിടെ ഉണ്ടെങ്കിലും അതിലേക്ക് അഡ്മിഷൻ ഇവർ എടുക്കുന്നില്ല. ആ കുട്ടികൾക്കും കൂടി നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പഠിപ്പ് മുടക്കി ഉള്ള സമരമാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ രണ്ടെണ്ണം കൂടി അവിടെ നല്ല ഡയലോഗ് പഠിച്ചിട്ടല്ലേ ഇവിടെ വന്നിട്ട് ഈ ബബ്ബ അടിക്കുന്നത്? എന്താ പാർട്ടിക്ക് മാനക്കേട് ഉണ്ടാക്കാനുള്ള ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡന്റും രണ്ടും കണക്കാ. അവർക്കുള്ള പിന്നെ കൊടുക്കാം, ആദ്യം ഇത് നോക്കാം. അപ്പൊ പിള്ളേരെ ഇറങ്ങിത്തന്ന നന്ന്. പറ്റത്തില്ല, ഞങ്ങൾ ഇവിടെ പഠിക്കാനിരിക്കുന്നത്. സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടി നിങ്ങൾ പോരാടുന്നില്ലേ? ഞങ്ങൾ എന്തിനാ പോരാടുന്നത്? ഞങ്ങൾക്ക് പഠിക്കണം. ചുമ്മാരിയുടെ സാറ് നോക്കുന്നു. പതിയെ മാന്യമായി സംസാരിക്കും. മിസ് ചാർവി, നിങ്ങൾ പഠിക്കുന്ന പിള്ളേർക്ക് സീറ്റ് കിട്ടിയ പോലെ പഠിപ്പ് അധികം ഇല്ലാത്ത കുട്ടികൾക്കും ഇവിടെ പഠിച്ചവർക്ക് ഭാവി ഉണ്ടാവണ്ടേ? ഇവിടെ സ്പോർട്സ് കോട്ട ഉണ്ടെന്ന് വെച്ചാൽ അതിന് അത്ര പ്രാധാന്യമൊന്നുമില്ല. സ്പോർട്സ് കോട്ടയ്ക്ക് പ്രാധാന്യമുള്ള ഒരുപാട് കോളേജിലുണ്ട്. അവർക്ക് അവിടെ അഡ്മിഷൻ എടുത്തൂടെ? ഞങ്ങൾ പഠിക്കാൻ വന്ന പിള്ളേരാ. ഞങ്ങളുടെ പഠിപ്പ് മുടക്കി ഞങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. എന്താ ചാർവി ഇതൊരു മനുഷ്യത്തില്ലാത്ത പെരുമാറുന്നേ? നമ്മളെ പോലെയുള്ള കുട്ടികളെന്നില്ല അവരും. അവർക്കും ഭാവി വേണ്ടേ? അവർക്ക് ഭാവി വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ഭാവി ഞങ്ങൾക്ക് നോക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സമരം എന്നും പറഞ്ഞു വന്നു ഒരാഴ്ച ക്ലാസ് മുടക്കിയത്. എന്നിട്ട് ഇപ്പൊ തുറന്നു കഴിഞ്ഞപ്പോ അടുത്ത സമരം എന്നും പറഞ്ഞിട്ട് വരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് നിർബന്ധിച്ചിറക്കി വിട്ടാൽ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. ഡേഡി, ഇവിടെ നിന്ന് അത് ഹീറോയിസം കാണിച്ച സീറോയിസ് ആയി മാറൂട്ടോ. ഇനി ഇവിടെ നിന്ന് അവളുമാര് നമുക്ക് പണി തരും. പതിയെ നീങ്ങുന്നത് നല്ലത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞങ്ങൾ അത്രയും താഴ്ന്ന പാർട്ടിയല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം മുടക്കി നിങ്ങളെ നിർബന്ധിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ. ഇനി എന്തൊക്കെ കവാടാ പോവാം. ചാർവി, ഇവൻ ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. പാർട്ടിയിലുള്ളതല്ലേ, എപ്പ വേണമെങ്കിലും കാലം മാറാം. അതാ ടൈപ്പ്. തോറ്റ് തുന്നമാടി പാർട്ടി നേതാക്കൾ വരുന്നതാ. പെമ്പിള്ളേരിന് അടി കിട്ടില്ലെന്നേ ഉള്ളൂ. തെണ്ടീന ഞാൻ. എടാ, ഞങ്ങള് പാർട്ടി നേതാക്കൾ തന്നെയാ. നിന്നെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോടാ. മോന്റെ ദേവിക്ക് തീർത്തോട്ടുള്ള കളി. നേരത്തോട്ട് വരുമ്പോഴേ നീ എന്ത് ഇവിടെ കോളേജ് ഇലക്ഷനിൽ നിന്നിട്ട് ഒരു വോട്ടിലെങ്കിലും നിനക്ക് വിജയിക്കാൻ പറ്റുമോ? തോറ്റ് തുന്നാൻ പാടിയില്ലേ? എന്നിട്ട് അതിന്റെ ഊക്ക് നീ ഇപ്പൊ കാണിക്കാൻ നിൽക്കുന്നോളാം. ഉള്ളേ ഡേവിഡ് വില്യം ഓറിക് പ്രിൻസിപ്പൽ സാർ വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണല്ലോ. ആ പ്രിൻസിപ്പലിന്റെ വായിന്നിരിക്കുന്ന മുഴുവൻ കേട്ടു. അങ്ങനെ ഭാര്യയായിട്ട് അങ്ങനെ അടിയാൻ തോന്നുന്നു. അതിന്റെ അമർച്ച നമ്മുടെ അടുത്ത് തീർത്തത്. ഇനി വല്ല പ്രശ്നം ഉണ്ടായാൽ അങ്ങനെ നമുക്ക് ഡിസ്മിസ് തരും. സാരില്ലട പോട്ടെ. ഏതൊരു തോൽവി മുന്നേറ്റത്തിന്റെ ഓരോ ചുവടുകളാണടാ. നമ്മുടെ പാർട്ടി ആലോചിച്ചെങ്കിലും. കോളേജിൽ വലിയ പാർട്ടിയാ, പക്ഷെ പിള്ളേരുടെ ഉള്ളിൽ ഒരു വിലയില്ല. അങ്ങനെ പറയരുത്. നിന്റെയൊക്കെ കാമുമാരുടെ മുന്നില് വിലയില്ലെന്ന് പറഞ്ഞാൽ മതി. എടാ, എന്നെ കണ്ടുപറ്റിട്ടാ സിംഗിൾ ആണടാ, സിംഗിൾ എന്ന് പറയാനടാ. പെട്ടുപോയില്ലേ? മധുരിച്ചിട്ടിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിട്ട് തിറക്കാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയായി. വിധി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതിപ്പോ വന്നു. ഞാൻ അത് ഉദ്ദേശിച്ചില്ല. ഓ, എന്നാ പിന്നെ എന്താ ഉദ്ദേശിച്ചത്? വിധി എനിക്ക് തന്ന പുണ്യമാണ് നീ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലടേ, അതല്ലേടാ ഞാൻ പറഞ്ഞത്. അതെ, അത് തന്നെയാ, ശരിക്കും തന്നെയാ പറഞ്ഞത്. അതിന്റെ ചാർവി, നീ അവന്റെ പുണ്യമാണ്, അവന്റെ സ്വത്താണ്, അവന്റെ സ്വർഗമാണ്. നീ ഇല്ലാതെ അവനൊരു ജീവിതം ഇല്ലെന്ന് അവൻ പറയുമായിരുന്നു. അല്ലേടാ ദേവിക്? ഓറാറ്റി ഇത് ചളവാക്കി കൊളാക്കലട തെണ്ടി. നിനക്കെന്താടി ബോയ്സിന്റെ നെയിം ചാർവി? ഞാൻ കൊറേ ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, മറക്കുക. പേരെന്തായാലും എന്താ വിളിച്ചാ പോരെ. ഇതെന്റെ അച്ചാച്ചന്റെ പേരാ. കൂടുതൽ വിഷയം മാറ്റണ്ട. എല്ലാരും കൂടി ഈ സമരത്തിന്റെ പിന്നാലെ നടന്നതൊക്കെ ഓക്കെ. നാളെ ദേവട്ടി ഫസ്റ്റ് ഇയറിലേക്ക് ചേരാൻ വരാന്നുള്ളത് മറന്നോ? കുറച്ച് ഫോമും കൂടി ഓഫീസിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ചെയ്തിരുന്നോ നിങ്ങളെല്ലാവരും? അയ്യോ, ഞാനത് മറന്നുപോയി. നന്നായി നീ ഓർമ്മിപ്പിച്ചത്. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കേണ്ട ചാർവി? നീ എന്റെ മുത്താണടി. ലവ് യു അടി ചക്കരെ, ലവ് യു. ഈ ഞെക്കി കൊല്ലാതെടാ. ഇട വിടണോ? ഇത് കോളേജാ. ഇട വിടാൻ. ഞാൻ പോയിട്ട് വരാവേ. വില്ലി, എന്റെ കൂടെ വാടാ. ആടേയും ചക്കരയും കൂടി പോകുന്നതായിട്ടല്ലേ.
ഒരു മീറ്റിംഗിൽ ഒലക്കലും കിടക്കാന്ന് ഈ രണ്ടെണ്ണത്തിനും കണ്ടിട്ടാ പറയുന്നെന്ന് എനിക്ക് തോന്നുന്നത്. യാര, എന്റെ പൊന്നു മോളെ കണ്ണു വെക്കാതിരി, അവര് ജീവിച്ചു പൊക്കോട്ടെ. ഇതുപോലത്തെ സൗഹൃദമൊക്കെ അപൂർവ കിട്ടുള്ളൂടി. വില്ലി, എടാ നോക്കിയിരിക്കാതെ എന്നെ സഹായിക്കടാ. എന്താടാ ദേവി, നിന്റെ അനിയത്തിക്കുട്ടി വരുന്നതിന് ഇത്രയും സന്തോഷം? ഒരുപാട് സന്തോഷമുണ്ടടാ. എപ്പോഴും അവൾ എന്റെ കൂടെ ഉണ്ടാവില്ലേ, എന്റെ പേടി അങ്ങ് മാറിക്കിട്ടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവള് വളർന്നിട്ടുണ്ടെങ്കിലും പഠിപ്പിലൊക്കെ മിടുക്കിയാണെങ്കിലും ബുദ്ധിപരമായിട്ട് ഇപ്പോഴും കൊച്ചു കുട്ടികളുടെ എന്തേ പെരുമാറ്റങ്ങള്. അച്ഛനമ്മയും ചെറുപ്പത്തിൽ മരിച്ച് ഞാൻ അവളെ വളർത്തിയതുകൊണ്ടാണോ കൊഞ്ചിച്ചും ലാളിച്ചുകൊണ്ടാണോ അവൾ ഇങ്ങനെയായതെന്ന് അറിയില്ല. വീട്ടുകാരും ബന്ധുക്കളൊക്കെ പറയും ഡോക്ടറെ കാണിക്കാൻ. നിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും അവള് വഷളായി പോയത്. ഒന്ന് പോടാ. എല്ലാരും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് അവളൊരു ഭ്രാന്തിയായിട്ട് മുദ്ര കുത്തുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അവളൊരു പാവാടാ. എനിക്ക് അവള് മാത്രമല്ലേ ഉള്ളൂ. എടാ, അവൾക്ക് ഇവിടെ എന്ത് വന്നാലും നിങ്ങളും കൂടി ഉണ്ടാവണേ. നിങ്ങളുടെയും കൂടി പെങ്ങളാ അവള്, മറക്കരുതത്. എന്ത് പറയണോടാ അത്? ദേവുട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണെങ്കിലും നീ പറഞ്ഞ് എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. അവള് ഞങ്ങളുടെയും കൂടിയാ. അവളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്താ അവന്റെ അവസാന. തേങ്കിയുടെ മുത്തേ. എടാ വീട്ടടാ, ആളുകൾ കണ്ട് തെറ്റിദ്ധരിക്കണ. എടാ വീട്ടടാ. നീ കുളിക്കുന്ന അനുപ്പിടുന്നല്ലേ? കോളേജിൽ വരുമ്പോ കുളിച്ച് നനച്ച് വന്നൂടെ? എന്റെ പൊന്നു ഫാദർ, ഞാൻ കുളിച്ചതാണ്. കണ്ടിട്ട് തോന്നണ്ടേ നീ എന്നാടാ കുളിച്ചത്? അതൊന്ന് പറയാമോ? അത് പിന്നെ ഒരു 2 ആഴ്ച കഴിക്കണം. കർത്താവ്, ഒന്ന് പോകണ്ട അച്ഛൻ, എനിക്ക് എന്റെ ക്ലാസ്സിൽ പോണം. അനസ്തേഷ്യയുടെ ആവശ്യമില്ല, ബോധം കെടും. ഇറങ്ങി പോടി, വല്ലാത്ത നാറ്റം. അച്ഛന്റെ വർത്താനം കേട്ട് ഞാൻ വിളിച്ചത് സംസാരിച്ച പോലെ ഉണ്ടല്ലോ. മനുഷ്യന് സമയം കളയാൻ വേണ്ടിട്ട്. ഏയ് ലിറ്റിൽ ഗേൾ, നിക്കണോ? എന്താ? തനിക്കെന്നെ വിളിച്ചിട്ട് കേൾക്കുന്നില്ലേ? വിളിച്ചിട്ട് നിന്നോട് നിക്കണോ? എന്താന്ന് ഞാനും ചോദിച്ചില്ലേ? താൻ ഏതാ? തനിക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നെ വിളിച്ചത്? എന്തൊരു പെടപ്പാ. ഏയ് നിക്കണേ. നിക്കടോ. എന്റെ അടുത്ത് ഇവിടുത്തെ കളിക്കാൻ നിക്കരുത്. നീയൊക്കെ വിവരം അറിയോ? എടാ പിള്ളേർ ഇവര് പറയുന്നത് കേട്ടോ. എന്നാ ഇവരെ അറിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഇതാ വിളി, ഇതാ നോക്കി അങ്ങോട്ട്. ഇതാ എറിക്കും പിള്ളേരല്ലേ. അവന്മാർ ഏതോ ഒരു കൊച്ചിനിട്ട് വട്ടം കറക്കാണല്ലോടാ. നീ വണ്ടിയെ കയറ്. എടാ, പുതിയതായിട്ട് വന്ന പിള്ളേരെ പേടിപ്പിക്കാതാണ്. തരത്തിൽ പോയി കളിക്കടാ. പൊടാ 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 പൊടാ. എടാ, നിന്നോടൊക്കെ പോവാനല്ലേ പറഞ്ഞേ, ഇല്ലെങ്കിൽ ആട്ടി മേടിച്ചു കൂട്ടും. എന്റെ രാജകുമാരൻ. ടേൺസ് എന്ന് പറയുന്നില്ലേ കുട്ടി? ഒരു ദേവദൂതനായി വന്ന് തന്നെ രക്ഷിച്ചെന്ന് കരുതിയാ മതി. താൻ ഏതാടോ? ഒരു കിണ്ടി പോലത്തെ മുകളിൽ താനാ ദേവദൂതൻ. രാജകുമാര, എവിടുന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത്? എന്റെ ചേട്ടായി പറഞ്ഞിട്ട് എന്റെ കഥയിലെ രാജകുമാരൻ തന്നെയത്. ഞാൻ രാജകുമാരനോ? ചുമ്മാ. അത് നന്നായി. എന്റെ മകൻ കിണ്ടി, നീ രാജകുമാരൻ. ഇവളെ രക്ഷിക്കാൻ ഞാനാ പറഞ്ഞിവിടെ എത്തിച്ചത്. എന്നിട്ട് ഞാൻ പോട്ടടാ. കണ്ടിട്ട് പുതിയ ചെറിയ കൊച്ചല്ലേ, നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരിക്കും. കുട്ടിക്ക് അറിയാതെ പറ്റിയതല്ലേ. ഞാൻ രാജകുമാരനൊന്നല്ല കേട്ടോ. ഇവരാ തന്നെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് കൊടന്നത്. ചെറിയ കൊച്ചോ? ഇതോ? ഏത് രൂപത്തിലാണ് നിനക്കത് ചെറുതായിട്ട് തോന്നിയടാ വില്ലി? എന്റെ രാജകുമാരൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എന്റെ ചേട്ടായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചേട്ടായി രാജകുമാരിയാണെന്നും ഈ രാജകുമാരിയെ രക്ഷിക്കാൻ വരുന്നതാ രാജകുമാരെന്നും. അപ്പൊ ഇതല്ലേ എന്റെ രാജകുമാരൻ? എന്നാ നമ്മുടെ കല്യാണം? അടിപൊളി. വഴിയെ കിടക്കുന്ന എന്തോ എടുത്ത് എവിടെയോ വെച്ച പോലെ ഉണ്ട്. എന്നാടാ കല്യാണം? രാജകുമാറാ, എല്ലാരും ക്ഷണിക്കുന്നല്ലേ? അമ്മയ്ക്ക് പ്രാണവദന, മോൾക്ക് വീണവാനം. മിണ്ടാരിയടാ തിണ്ടി. മോളെ കല്യാണം ഇപ്പൊ വേണ്ട. എന്തൊരു ചീല ക്യൂട്ട്നെസ് ഈ പെണ്ണ്. മോളെ പഠിക്കേണ്ട പ്രായമാണ്, പോയി പഠിക്ക്. ഞാൻ നിന്റെ രാജകുമാരനൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതൊക്കെ നമുക്ക് പഠിത്തം കഴിഞ്ഞിട്ടാവാം. എന്റെ പേര് വില്യം എന്നാ. വില്യം വിളിച്ചാ മതി. പഠിത്തം കഴിഞ്ഞ് കിട്ടുമല്ലേ? എന്റെ പേര് ദേവിക എന്നാട്ടോ. ചേട്ടായിയുടെ ദേവുട്ടിയാ. എന്നെ ദേവുട്ടിന്ന് വിളിച്ചാ മതി. ദേവിക? എടാ നൈ, ഇത് ദേവികന്റെ സിസ്റ്റർ ആണോടാ? അതിന് സാധ്യത കുറവാ. എന്നാലും സാധ്യത ഇല്ലായെങ്കിൽ ഒട്ടുമില്ല, സാധ്യതയില്ല. നിങ്ങൾ രണ്ടുപേരും എന്താ പറയുന്നേ? ഏയ് ഒന്നുമില്ല, ഞങ്ങള് ചുമ്മാ ദേവിയുടെ ക്ലാസ്സിൽ പോളൂ. രാജകുമാരൻ എന്നെ മറക്കില്ലട്ടോ. അയ്യോ വില്ലി. ചേട്ടായി പറഞ്ഞ രാജകുമാരന് മൊയിലും മുകളിലല്ലോ. പക്ഷെ വില്ലിക്ക് ശരിക്കും മൊയിലും കുട്ടികളും എന്തെങ്കിലും മുഖ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൊയിലും കുട്ടികളെ കിട്ടുമല്ലേ?
അയ്യോ, ഇതുപോലെയുള്ള വർത്താനൊന്നും പറയരുത്. ഈ ചെറുവായില് വലിയ വർത്താനം. നോനോ, നല്ല കുട്ടിയല്ലേ, ഒന്ന് പഠിക്കൂ. ചെല്ലു. ബൈ ദേവുട്ടി. ഓക്കെ വില്ലി, എന്നാ ബായ്. പിന്നെ കാണാവേ. ബൈ കിണ്ടി. വില്ലി. So cute. ഞാൻ എന്താ ചിന്തിക്കുന്നത്? ഇത് ദേവുട്ടി, ദേവിക്കിന്റെ ദേവുട്ടിയാണെങ്കിൽ നോ. എന്ത് നല്ല കാഴ്ചയായിരുന്നു. എന്റെ കഷ്ടകാലം നിന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് നിനക്ക് മേടിച്ചേണ്ട അവസ്ഥയായി. ഞാനിങ്ങനെ നിന്ന് മുരടിച്ചു പോവുകയുള്ളൂ. നീ മുരടിക്കാതിരിക്കാൻ നിന്റെ മൂട്ടി ഞാൻ വെള്ളം ഒഴിച്ചുതരാം. നീ വാ, നമുക്ക് പോവാം. അവരെ അന്വേഷിക്കുന്നുണ്ട്. ഇനി ഞാൻ ആരെയുടെ കണി കണ്ടത്? നിന്റെ ഒക്കെ ഒരു ഭാഗ്യം. ഋഷി, ഇതാ കൊച്ചില്ലടാ നിന്റെ ഉമ്മ, നിന്റെ രാജകുമാരി. രാജ്കുമാർ, എടാ ഞാൻ അപ്പഴേ ചോദിച്ചല്ലടാ ദേവിക്കിന്റെ പെങ്ങളായിരിക്കുമെന്ന്. എടാ നീ ഇപ്പൊ എന്ത് ചെയ്യും? ആ കൊച്ചെന്താ അവിടെ നടന്ന് വിളിച്ചു പറഞ്ഞ? എടാ നമ്മളിൽ തെറ്റില്ലല്ലോ, ആ കൊച്ചല്ലേ നിന്നെ ഉമ്മ വെച്ചത്. എടാ അതല്ലേടാ, എറിക്ക് ദേവുട്ടീനെ ശല്യം ചെയ്തല്ലേ, ആ പ്രശ്നം അറിഞ്ഞാൽ അവൻ അവരെ പോയി അടിയുണ്ടാക്കും. ഇപ്പൊ ഒരു പ്രശ്നം തീർന്നു വരണേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒന്നും കൂടി ആയാ ദേവുട്ടിയുടെ കാല് പിടിക്കേണ്ടി വരും. അവള് പറഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ നീ രാജകുമാരന്റെ കാര്യം വിളിച്ചു വെക്കണ്ടേ? എടാ നിങ്ങൾ രണ്ടുപേരും ഈ സ്വകാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ. ദേ ഇതാണ് എന്റെ ദേവുട്ടി. ദേവുട്ടി ഇവരാണ്. ചേട്ടായി, എനിക്കറിയാം. ചേട്ടായി മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ രാജകുമാരി. എന്താ ദൈവം മോളെ ഇത്? എപ്പോഴും ചേട്ടായുടെ അടുത്തിന്റെ വർത്താനം പറഞ്ഞല്ലോ. ദേ ഇവിടെ 2 ചേട്ടായിമാരുണ്ട്. ഞാൻ അനൈ, മോളുടെ ഒരു ചേട്ടായിയാ. പിന്നെ ദേ മോളുടെ മറ്റൊരു ചേട്ടായിയാണ് ദേ വില്ലി. അതന്നെ, ഞങ്ങള് മോളുടെ ചേട്ടായിമാരാ. മോൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറയാട്ടോ. മോൾക്ക് ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും മേടിച്ചു തരണം. ആദ്യമായിട്ട് കാണില്ലേ നമ്മൾ. ഇപ്പൊ മോളെ വാടാനേ. ഈ കൊച്ചിനും കൊണ്ട് ഇവരെങ്ങോട്ടാ? അല്ല, നമ്മളിപ്പോ ദേവുട്ടി ആദ്യമായിട്ട് കാണില്ലേ, അപ്പൊ നമ്മളൊന്നും കൊടുക്കണ്ട. ഇവന്മാർക്ക് എന്തോ വിഷമിച്ച് കണ്ടല്ലോ. ഇത് എന്തുവാടേ ഇത്? എന്താണ് നീ മേടിച്ചു കൊടുക്കേ? എടാ, എനിക്കൊരു കോലുമിഠായെങ്കിലും മര്യാദക്ക് നീ മേടിച്ചു തന്നിട്ടുണ്ടോ? ആറ് പിശുക്ക, അവർക്ക് ആ പിശുക്കില്ല. അതുകൊണ്ടാ മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുന്നത്. ആ അതേടി, ഞാൻ ആറ് പിശുക്കൻ തന്നെയാ. ആ പിശുക്കൻ്റെ ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നലെ കുഴിമന്തി 2 പ്രാവശ്യം ഇട്ട് മെട്ടി മെഴുങ്ങിട്ടും ഞാനൊന്നും പറയാതിരുന്നത്. രണ്ടുപേരൊന്നും നിർത്തുന്നുണ്ടോ? ഓഹ്, അവരെന്തെങ്കിലും മേടിച്ച് കഴിക്കട്ടെ. വെറുതെ അതും പറഞ്ഞതിന് നിങ്ങൾ കിടന്ന് തല്ലുകൊടുത്തേ. ദേവുട്ടി, നമ്മള് മുന്നേ പരിചയപ്പെട്ടതും ആ ചേട്ടന്മാര് വന്ന് ദേവുട്ടിയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയില്ലേ? അതൊന്നും ചേട്ടായുടെ അടുത്ത് പറയല്ലേ കേട്ടോ. എന്താ ചേട്ടായുടെ അടുത്ത് പറഞ്ഞാല്? അയ്യോ, പറയാൻ പാടില്ല. ചേട്ടാ പോയി വഴക്കുണ്ടാക്കും. പിന്നെ നമ്മൾ എങ്ങനെ പരിചയപ്പെട്ടെന്ന് ചോദിച്ചാൽ ഈ പ്രശ്നം പറയണ്ടേ? അപ്പോഴും ചേട്ടാ പോയി വഴക്കുണ്ടാക്കും. അപ്പൊ ചേട്ടായിക്കല്ലേ പ്രോബ്ലം വരിക. അതുകൊണ്ട് മോളിത് പറയാതിരുന്നാൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. അങ്ങനെ ഐസ്ക്രീമോ എന്ത് വേണമെങ്കിലും. ശരിക്കും മേടിച്ചു തരോ? എന്നാ ഞാൻ പറയില്ല. അതിന് എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. കുഴിമന്തിയോ ബിരിയാണി എന്തും ഇവന്റെ ചെലവിൽ മേടിച്ചു തരും. ഞാൻ എന്റെ ചെലവിൽ വല്ല മിഠായി 50 പൈസയുടെ, കിക്കറ്റ്, മഞ്ച് 10 രൂപയുടെ ഒക്കെ മേടിച്ചു തരാം കേട്ടോ. എനിക്കെല്ലാം മേടിച്ചേരേ. താങ്ക് യു. ദേവുട്ടി ഇങ്ങോട്ടാ. കിസ് ചെയ്യാനാണെങ്കിൽ പാടില്ല കേട്ടോ. ദേവുട്ടി പൊട്ടുകുട്ടിയാ. അയ്യോ, കരയല്ലേ. ദേവുട്ടി നല്ല കുട്ടി തന്നെയാ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ദേവുട്ടി നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് ഈ രാജകുമാരിയും കൊണ്ട് പോവാട്ടോ. ചേട്ടായിക്ക് നല്ല അഭിമാനാവണ്ടേ? അതുകൊണ്ട് പഠിക്കണേല് ശ്രദ്ധിക്കേ. ചെല്ല് മോള് ചെല്ല്. ബൈ. ഓക്കെ, ബൈ ബൈ. നീ ആ കൊച്ചിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് നിനക്ക് അറിയോ? ആലോചിച്ചിട്ടാണോ ഇതൊക്കെ പറഞ്ഞത്? വിധി, സത്യം പറയടാ. ആ കൊച്ചിനെ കണ്ടപ്പോൾ ഇളക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കതിനെ ഇഷ്ടമാണോടാ? ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ലെന്നും സ്വന്തമാകില്ലെന്നറിഞ്ഞിട്ടും നമ്മുടെ മനസ്സിലുള്ള പ്രണയം ജീവിതകാലം മുഴുവൻ അവളെ മാത്രം പ്രണയിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പോവാടാ. നിമിഷങ്ങൾ കൊണ്ടുണ്ടായ പ്രണയമായാലും ഭീകരമാണ് അവസ്ഥ. சிவந்ததே என் மஞ்சளே, கல்யாண கல்யாண கனவு என் உள்ளே, நெஞ்சினிலே ஊஞ்சலே, நாணங்கள் என் கண்ணிலே, சிவந்ததே என் மஞ்சளே, கல்யாண கல்யாண
കന ദേവിക ഒന്ന് നിന്നേടി. എന്താ നീയും വില്ലിയായിട്ട് എന്താ ബന്ധം? ഇപ്പൊ നോക്കിയാലും നീ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. ദേ പ്രണയം എന്ന് പറഞ്ഞ അവന്റെ പിന്നാലെ നടക്കാനാണെങ്കിൽ നിന്നെ ഞാൻ തീർത്തു കളയും. വില്ലിയും ഞാനും തമ്മിൽ പല ബന്ധമുണ്ടാവും. അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ എന്നെ ഈ ഭീഷണിപ്പെടുത്തിന്നുള്ളതെന്നെ വില്ലിയും ചേട്ടായി അറിഞ്ഞ നിന്റെ പൊടി പോലും കിട്ടില്ല. അവരൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ നേരെ എതിർത്ത് സംസാരിക്കുന്നു. ക്ലാര, ദേവുനെ അടിക്കാൻ മാത്രമായോ നീ? ദേവുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ക്ലാര, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് മുന്നേ തന്നെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ എനിക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന എന്തിനാ? നീ എന്നെ അടിച്ചല്ലേ? അതിന് മാത്രം എന്ത് ബന്ധ ദേവുളായിട്ടുള്ളത്? എനിക്കത് അറിയണം. എന്റെ അനിയത്തിയുടെ അവള് എന്റെ അനിയത്തി കഴിഞ്ഞൊന്നും നുള്ളി പോലും നോവിച്ചിട്ടില്ല. ആ എന്റെ അനിയത്തിക്കുട്ടിന് നീയിപ്പൊ കൈ നീട്ടി അടിച്ചത്. ആ കൈ ഞാനങ്ങ് വെട്ടിയെടുക്കല്ലേ. നിനക്ക് അതിന് വേദന അറിയാലോ. ദേവി വിട്ടേക്കടാ, ഞാൻ കൊടുത്തിട്ടുണ്ട് അവൾക്കുള്ളത്. ദേ ഇനി ഇതുപോലെ എങ്ങാനും നീ ആവർത്തിച്ചോ ഇവനായിരിക്കില്ല ഞാനായിരിക്കും നിന്നെ വെട്ടി നോക്കുന്നത്. കേട്ടോടി ദേവുട്ടി, വാ വാടാ. എടാ വില്ലി, നിനക്ക് എന്താണ് നാളെ പരിപാടി? എന്ത് പരിപാടി ആയാലും നാളെ നീ അത് മാറ്റി വെച്ചാണ്. എടാ നാളെ ദേവുട്ടിയുടെ ബർത്ത്ഡേ എടാ. ഞാൻ എല്ലാ പ്രാവശ്യം അവൾക്കൊരു പ്രസന്റ് ഒരു സർപ്രൈസ് കൊടുക്കലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങളെല്ലാവരും കൂടിയുള്ളൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എടാ സമയത്തിന് നേരത്തും കാലത്ത് എത്തിക്കോണം നാളെ. ഒരു ഒഴിവും പറയണ്ട, നീ എത്തണം. അവൾക്കത് സന്തോഷാവും. എനിക്കൊന്നും കേൾക്കണ്ട. ബൈ ബൈ. വലിയ കൊച്ചു കുട്ടികളെന്തി കളിച്ചോണ്ടിരിക്കുന്ന വേഗം ചെയ്യേ. ദേവുട്ടിയും കൊണ്ട് അവരിപ്പോ വരും. എടാ ഞാൻ കളിച്ചോണ്ടിരിക്കുന്നല്ല, നല്ല രസമല്ലേ? എല്ലാരും ഉണ്ടല്ലോ. വാതിലടച്ചിട്ടുണ്ടല്ലോ എല്ലാരും പുറത്തേക്കുന്നത്. ഒന്നുമില്ല മോളെ, നീ വരാൻ വേണ്ടി കാത്തു നിന്നതാ അല്ലടാ? അതെ അതെ, ഇതോറിന് അകത്തേക്ക് കയറി ദേവുട്ടി. ഓക്കെ, ഞാൻ കേറി നോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. വൗ, പാർട്ടി പാർട്ടി പാർട്ടി. എന്റെ ദേവുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ബർത്ത്ഡേ മൈ ബേബി. താങ്ക് യു ചേട്ടായി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട്. ദേവുട്ടി സമയം കളയാതെ കേക്ക് മുറിക്കേ. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സർപ്രൈസും കൂടി പൊട്ടിക്കാൻ. വേഗം ആവട്ടെ. ഞാൻ ഇത്രയും നന്നാവും പരിപാടി എന്ന് വിചാരിച്ചില്ല. എല്ലാവർക്കും താങ്ക് യു. ദേവി, ഇനി എന്താടാ പരിപാടി? അതൊക്കെ ഉണ്ട്. അടിപൊളി പരിപാടികളല്ലേ ഇനിയുള്ളത്. എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ദേവുട്ടി, ദേവുട്ടി, ദേവുട്ടിനെ കണ്ടോ ആരെങ്കിലും? ചിലപ്പോ കമ്പത്തേരി അതുപോലെ പടക്കത്തിന്റെ ശബ്ദം കേട്ടിട്ട് പേടിയായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മെഹീദ്, നീ എന്താ ഈ പറയുന്നേ? ഇത്ര നേരം അവള് ഹാപ്പി ആയിട്ടല്ലേ ഇവിടെ നിന്ന് എല്ലാം ചെയ്തിരുന്നത്. ക്ഷീണം കാരണം ചിലപ്പോ റൂമിലേക്ക് പോയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാം എവിടെയാണെന്നുള്ളത്. നിങ്ങളപ്പോഴേക്കും എൻജോയ് ചെയ്. ഞാനിപ്പോ വരാം. ദേവി, മോളെ, മോളെ. ദേവി, ദേവി, ഞാൻ പറയുന്നത് കേൾക്ക. You cheater, I will kill you. ദില്ലിയുടെ കയ്യിൽ നിന്ന് ദേവിക്ക് നിന്നെ എടുത്തപ്പോഴേക്കും നീ അൺകോൺഷ്യസ് ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം നീ ഉണർന്നത് നിനക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരൊന്നും പറയാതിരുന്നു. വില്ലി ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. എനിക്ക് വില്ലിയെ കാണണം. വില്ലി, ദേവി, വില്ലിക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കടാ. ദേവി, എടാ എന്റെ അടുത്തുനിന്ന് മിണ്ടത് പൊക്കോ. നീ എന്നവരെ കൊല്ലും ഞാൻ. ദേവി, ഇടാ ആരെങ്കിലും പിടിച്ചു മാറ്റ്. ചേട്ടായി, മോളെ, ദേവുട്ടി, എന്തിനാ ദേവുട്ടി നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ചെന്ന് റെസ്റ്റ് എടുക്ക്. വില്ലി ഒരു തെറ്റ് ചെയ്തിട്ടില്ല.
മോളെ നീ അവന്റെ വക്കാലത്തിന് നിൽക്കാതെ പോകുന്നുണ്ടോ? എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. നിനക്കറിയില്ല എന്ന് വേണ്ടെന്നുള്ളത്, ഇന്നുണ്ടായി എന്നുള്ളത്. ഞാനല്ലാത്തതിനും കാരണം. ഞാൻ അവനെ കിസ് ചെയ്തത്. വലിയ എന്നോടൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വലിയ ഇഷ്ടാ. ആദ്യം കണ്ടപ്പോലുള്ള ഇഷ്ടാ. എല്ലാത്തിനും ഞാനാ കാരണം. അന്ന് ഞാൻ ഒന്ന് വീട് പെണ്ണേ. നീ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? ദേവട്ടി ഒരിക്കലുമില്ല. പക്ഷെ ചേട്ടായുടെ റൂമിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് കോളേജിൽ കുടിച്ചതാ. എനിക്ക് തല പറ്റുന്നു. സ്വർഗം നടന്നു. അപ്പൊ ഞാൻ ദേവട്ടി പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടായി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ചേട്ടായോട് ഞാൻ പറഞ്ഞോളാം. മോളിപ്പോ ഒന്ന് പോയി കിടന്നോളൂ. ഒന്ന് ഉറങ്ങി കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളൂ കേട്ടോ. ഇല്ലേ, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് താ, ഒരു കിസ് താ. ഇല്ലേ എന്ന് ഞാൻ എടുക്കുക. എനിക്ക് വേണം. ദേവട്ടി മാറി നിൽക്കുക പ്ലീസ്. മാറിക്ക. ഇല്ല, ദേവുട്ടി, നീ ആലോചിച്ചിട്ടാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞത്. വലിയൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ എല്ലാ തെറ്റും ചെയ്തത്. ഞാൻ കാരണം നിങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് അറിയാതെ പോയി. വലിയ ഇനി ഉപദ്രവിച്ച നിനക്ക് ഒരിക്കലും ദേവട്ടി ഉണ്ടാവില്ല. നീ അപ്പൊ എന്റെ ദേഹൂട്ടിയല്ല ചതിച്ചത്, വലിയല്ല അല്ലേ? എല്ലാം ചേട്ടായുടെ അടുത്ത് തുറന്നു പറയുന്ന ദേവൂട്ടി എന്റെ ഇത് മാത്രം പറഞ്ഞില്ല. ഒളിപ്പിച്ചു വെച്ച് ചേട്ടായി ചതിച്ചത് എന്തിനാ? വലിയ കിട്ടിയപ്പോ ചേട്ടായിയോടുള്ള ഇഷ്ടമൊക്കെ പോയോ നിനക്ക്? ഒരിക്കലില്ല ചേട്ടായി. നീ എനിക്ക് ഇമ്പോർട്ടന്റ് തന്നെയാ. പക്ഷെ വലിയ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴെന്നെ ഇഷ്ടമല്ല എന്താ പറയുന്നത്? ഇനി എങ്ങനെ? കരയില്ല മോളെ. എന്തിനാണ് ഇതൊക്കെ എന്റെ അടുത്ത് ഒളിപ്പിച്ചു വെച്ചത്? വലിയ മഹത്വം കാണിക്കാനോ? മഹാനാവനൊന്നല്ല. നിന്റെ പെങ്ങളെ എല്ലാവരും ഒരു ഭ്രാന്തിയായിട്ട് മുദ്ര കുത്തുന്ന നീ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഞാൻ ഇങ്ങനെയൊക്കെ അവളെ കുറിച്ച് പറഞ്ഞ അവളുടെ ക്യാരക്ടർ എന്തായി മാറും? ഒരു പെൺകുട്ടിയല്ലടാ അവള്. അവൾക്ക് വേണ്ടിയാ. പിന്നെ ഞാൻ എങ്ങനെയായാലും ഇപ്പൊ എന്താ? നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ വാ. ബലം പിടിക്കാതെ വരുന്നുണ്ട്. ചേട്ടായി, ചേട്ടായി വലിയൊന്നും ചെയ്യല്ലേ. മോളെ പേടിക്കാതിരിക്കെ. അവര് പിണങ്ങി കഴിഞ്ഞ് ഇണങ്ങുന്നത് ഇങ്ങനെയാ. അവരായിട്ട് അവരുടെ പിണക്കം മാറ്റിക്കോളും. നീ റിലാക്സ് ആകും. ഒരു മഴ തോർന്നൊരു ഫീല്. ഞാൻ പേടിച്ചു പോയി. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ട്. അയ്യോ, എന്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. ആ മഴ, കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമായിട്ട് എന്റെ കല്യാണം കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. കോളേജിൽ മുന്നേ കിട്ടാതെ വീട്ടുകാരായിട്ട് ഒരു പെണ്ണ് സെറ്റാക്കിയതാ. ഇവന്മാർ രണ്ടെണ്ണം കാരണം അത് മുടങ്ങി കിട്ടുമെന്നുള്ള പേടിയിൽ എന്റെ ജീവൻ പോയേനെ. കല്യാണം നടന്നാലും പെങ്കൊച്ച് എത്ര കാലം നിന്റെ കൂടെ നിൽക്കോ എന്തോ. കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് പറയാൻ പറ്റുമെന്ന് പറയാതെടി. എടാ വിടടാ, ഞാൻ നിന്റെ ഭാര്യ കാമുകയൊന്നല്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കാൻ. എഴുതി എന്റെ ഷർട്ടൊക്കെ ടീട്ടിയാവുന്നു നീ കരഞ്ഞിട്ട്. എടാ മാറി നിക്കടാ. പ്ലീസ് വിലി, നിന്റെ മുഖത്ത് നോക്കിയൊന്നും പറയാനുള്ള ശക്തി എനിക്കില്ല. നിന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിട്ടെങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ. ഐ എം സോറി. താങ്ക് യു. നിന്റെ മുന്നിൽ എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. എൻ്റെ അനിയത്തിയുടെ മാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ കുറ്റങ്ങളും അടിയും വെറുപ്പോടുകൂടി നിന്നോട് പെരുമാറിയത് എല്ലാം നീ ഏറ്റുവാങ്ങി. ഐ എം റിയലി സോറി. മനസ്സുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ വെറുത്തിട്ടുണ്ടായിരുന്നില്ല വലിയ. നിന്റെ മനസ്സുകൊണ്ട് എന്നെ വെറുക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ നീ എന്റെ നേരെ തീർത്തരുന്നത്? എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു വട്ടം പോലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. എൻ്റെ അനിയത്തി, അവളെ എനിക്ക് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. ഐ എം സോറി. എത്ര ഞാൻ നിന്നോട് ക്ഷമ ചോദിച്ചാലും അതിനൊന്നും പരിഹാരമാവില്ലെന്നറിയാം. 5 വർഷം ഞാൻ കാരണം. പൊന്ന് ദേവിക്ക് വന്ന് നിർത്തുന്നുണ്ടോ നീ? നീ കാരണം ഫ്രണ്ട്സിനെ വിട്ട് പിരിഞ്ഞിരുന്നു, നാട് വിട്ട് പിരിഞ്ഞു, ഇതൊക്കെയല്ലേ നീ പറയാൻ പോകുന്നേ? എടാ, ഞാൻ അബ്രോഡിൽ പഠിക്കാൻ പോയി അവിടെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് 5 വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. അതുപോലെ ചിന്തിച്ചാൽ മതി. ആവശ്യമില്ലാതെ നിന്റെ തലയെ കുറ്റിയിട്ടിട്ട് ഓരോ പഴയ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് നമ്മുടെ ഫ്യൂച്ചർ എന്തെങ്കിലും നാശാക്കുന്ന നീ വിട്ടേക്ക്. ഇത് കൂളായിട്ട് നീ ഇതൊക്കെ എടുത്ത് നിനക്ക് എന്നോട് വെറുപ്പൊട്ടുമില്ലേ? ചെണ്ടി അടിക്കാതടാ. നീ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്റെ ഫാമിലിയാണ്, കൂടപ്പിറപ്പാണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ. നീ എന്നോട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വഴക്കുണ്ടാക്കിയോ ചീത്ത പറയുകയൊക്കെ ചെയ്താൽ
ഞാൻ എങ്ങനെയാടാ നിന്നെ വെറുത്ത് മനസ്സിനെ കളയുന്നത്? നിനക്ക് ദേവുട്ടി ഇഷ്ടമാണോടാ? എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് അവൾ നിന്റെ സിസ്റ്ററാണെന്നൊന്നും എനിക്ക് അറിയേണ്ടായിരുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്താ എൻ്റെ മനസ്സ് നാളെ പറിച്ചെറിയാനും കഴിയുന്നില്ലടാ. പറിച്ചളയാൻ ആരാ പറഞ്ഞതാ? ഇഷ്ടമാണെങ്കിൽ പോയി പറഞ്ഞിട്ട് അങ്ങ് കെട്ടാൻ നോക്ക്. എൻ്റെ സമ്മതം ഓക്കെയാ. എൻ്റെ അടി ഇടിയൊക്കെ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി നീ കൊണ്ടില്ലേ? അപ്പൊ തന്നെ മനസ്സിലാക്കാം അവളെ വേദനിപ്പിക്കില്ല നീന്ന്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. എടാ, നമ്മുടെ ഗ്രൂപ്പിൽ നീ മാത്രമേ കെട്ടാനുള്ളൂ. നീ പോയി കെട്ടടാ വേഗം. എന്നിട്ട് എന്നെ ഒരു മാമനാക്ക് വേഗം. എടാ നീ എന്നെ കളിയാക്കുകയാണോ? നീ കാരണം എൻ്റെ പെങ്ങളെ മനസ്സിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നോട് പോലും പറഞ്ഞിട്ടില്ല. നിന്നെ അവൾക്ക് അത്ര ഇമ്പോർട്ടൻ്റാ. പോയി പറയടാ വേഗം. പോടാ. ഏയ് രാജകുമാരി, എന്താണ് ഇവിടെ തനിയെ നിൽക്കുന്നത്? രാജകുമാരിയോ? ആരുടെ? ഇഷ്ടല്ലെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? ഏയ് രാജകുമാരി വലിയ കരുപ്പിലാണല്ലോ. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, രാജകുമാരിയുടെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞ ഈ രാജകുമാരി വന്ന് കൊണ്ടുപോകുന്നുള്ളത്. ഇപ്പോ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കാം. നാളെ തന്നെ അനയുടെ കല്യാണത്തിനൊപ്പം നമ്മുടെ കല്യാണം നടത്തിയാലോ? ഹാ, ശരിക്കും? എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആളല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ ഒന്ന് പറയുന്നേ? അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ? കിട്ടിയ അവസരം മുതലാക്കിക്കോണം. ഇപ്പൊ എസ് എന്ന് പറഞ്ഞാൽ നാളെ എന്റെ കൈ കൊണ്ടുള്ള താളി നിന്റെ കയറ്റി കയറും. ഇല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് പിന്നെ വരത്തില്ല. ഞാൻ പോവാ. അതെങ്ങനെ പോകുന്നേ? എനിക്കിഷ്ടാണ്. ഐ ലവ് യു. കല്യാണോ? എടാ, ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ. എല്ലാം വേഗത്തിലായിക്കോട്ടെ എന്നാ. ദേവുട്ടി, അയ്യേ, എന്താ ദേവിക്കിത്? ആളുകളിപ്പോഴും പോയിട്ടില്ല. നീ എന്തിനീ കരയുന്നേ? എന്റെ കൈ പിടിച്ച് പിച്ച നടന്ന എന്റെ ദേവുട്ടിയുടെ പോകുന്നടി. അവള് മണിയറയിലേക്ക് കയറിപ്പോയി. ഇനി എന്റെ ദേവുട്ടി എന്റെ കുഞ്ഞു ദേവുട്ടിയല്ല, വലിയ കുട്ടിയായി. അവളുടെ കല്യാണം കഴിഞ്ഞു. എനിക്ക് സഹിക്കുന്നില്ല. അവള് നല്ലൊരു ജീവിതത്തിലേക്കല്ലേ പോയിരിക്കുന്നേ. നീ അത് ആലോചിച്ച് കരയാതെ. അവള് ഇവിടെ തന്നെ ഇല്ലേ? പോട്ടെ, സാരല്ല. നീ എന്റെ മുത്താണടി, എന്റെ സ്വത്ത്. ലവ് യു ഡി, ലവ് യു.